ചീഫ് മിനിസ്റ്റർ, ഫെബ്രുവരി 27 മുഖ്യമന്ത്രി. സർ, ആദ്യം ഇത് എന്ത് ലീഗൽ ഒബ്ജക്ഷൻ ആണ് എന്ന് വ്യക്തമായില്ല. അദ്ദേഹം മെറിറ്റിലാണ് പോയത് ഈ ധനകാര്യ ബില്ലിന്റെ. അല്ലല്ല, മെറിറ്റിലാണ്. ഞാൻ പറയാം, ധനകാര്യ ബില്ലിന്റെ മെറിറ്റിലേക്കാണ് പോയത് അദ്ദേഹം. മെറിറ്റിൽ സംസാരിക്കാൻ കൂടെ അവസരമുണ്ട്. അത് ഞാൻ അപ്പം മറുപടി പറഞ്ഞോളാം. ഈ സമ്മർദ്ദവും സുപ്രീം കോടതി വിധിയൊക്കെ ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞുതരാം. പിന്നെ പറഞ്ഞു സബ്ജക്റ്റ് കമ്മിറ്റി അയച്ചില്ല, സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയച്ചില്ല എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു സബ്ജക്റ്റ് കമ്മിറ്റി. ഈ ഫെബ്രുവരി 24 ഉള്ളത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോയിട്ടുണ്ടോ? ഫിനാൻസ് ബില്ല് പോയിട്ടുണ്ടോ? അങ്ങയുടെ ഫിനാൻസ് ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോയിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഒന്ന് പരിശോധിച്ചാൽ മതി, നന്നായിരുന്നു. അത് പരിശോധിച്ചാൽ നന്നായിരുന്നു. 2026 ഇതെല്ലാം 2026 ജൂൺ 24 സഭ അംഗീകരിച്ച കാര്യോപദേശക സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ധനകാര്യ ബിൽ സഭയിൽ അവതരിപ്പിച്ച് പരിഗണനയ്ക്ക് എടുക്കുന്നത്. BSc കാര്യോപദേശക സമിതി റിപ്പോർട്ട് സഭ അംഗീകരിക്കുന്ന അവസരത്തിൽ യാതൊരു ഭേദഗതി നിർദ്ദേശവും ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചിട്ടില്ല. അതിനാൽ നിലവിൽ ഒരു ക്രമപ്രശ്നം ഉന്നയിക്കുന്നതിന് ഒരു പ്രസക്തിയില്ല. BScയിൽ ഇതിനകത്ത് ഒരംഗം പോലും, BScയിൽ പങ്കെടുത്ത ഒരു അംഗം പോലും, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത BSc ആണ് തീരുമാനിക്കുന്നത്. BSc അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കില്ല. BSc ആണ് തീരുമാനിക്കുന്നത്. BSc ആണ് തീരുമാനിച്ചത്. ഭരണഘടനാപരമായും നിയമസഭാ നടപടി ചട്ടങ്ങൾ അനുസരിച്ചും ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ധനകാര്യ ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്നത്. ബില്ലിലെ 3-5 വകുപ്പുകൾ സർക്കാർ ഗസറ്റ് വിജ്ഞാപനം വഴി നിശ്ചയിക്കുന്ന തീയതിയിൽ പ്രാബല്യത്തിൽ വരുമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ളതിൽ യാതൊരു നിയമപ്രശ്നവുമില്ല. സമാനമായ വ്യവസ്ഥകൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം തന്നെ പൈലറ്റ് ചെയ്ത 2022-23 വർഷങ്ങളിലെ ധനകാര്യ ബില്ലിലും 2024 ടാക്സേഷൻ ലോസ് അമെന്റ്മെന്റ് ബില്ലിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റേ ബാർഗൈനിങ് ആയിരുന്നോ? നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് കൊടുത്തത് അല്ലല്ലേ? ഞാൻ സംസാരിക്കട്ടെ. അങ്ങേക്ക് ഞാൻ വഴങ്ങുന്നില്ല. ഇതേ നോട്ടിഫിക്കേഷൻ അതേ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ബഹളം ഉണ്ടാക്കല്ലേ, ഞാനല്ലേ സംസാരിക്കുന്നത്. മനസ്സിലായ? സമാനമായ വ്യവസ്ഥകള് ഇദ്ദേഹം പൈലറ്റ് ചെയ്ത ബില്ല് തന്നെ ഉണ്ട്. ഇവിടെ ഓൺ റെക്കോർഡ്. അന്ന് പൈലറ്റ് ചെയ്ത ബില്ലിലുണ്ട് ഈ സംഭവം. ഇതേപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ വെച്ചിരിക്കുന്നത് ഇതേ വ്യവസ്ഥകൾ വെച്ചുകൊണ്ടുള്ള ബില്ല്. അത് പൈലറ്റ് ചെയ്ത് അത് പാസ്സാക്കി കഴിഞ്ഞിട്ട് ഇവിടെ ലീഗൽ ഒബ്ജക്ഷൻ ആണെന്ന് പറയും. രാഷ്ട്രീയം പറയണ, ആരോപണം പറയണമെങ്കിൽ മറ്റേ ഇതിൽ പറഞ്ഞോ, ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞോ, ഞാൻ മറുപടി പറഞ്ഞോളാം. ലീഗൽ ഒബ്ജക്ഷന്റെ മറവിൽ ഒരു ലീഗൽ ഒബ്ജക്ഷൻ സാർ ഇത് നിലനിൽക്കുന്നതല്ല. സഭയുടെ യഥാർത്ഥ കലണ്ടർ കാര്യോപദേശക സമിതി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അങ്ങ് സംസാരിച്ചോളൂ. റൂളിംഗ് പറയാൻ പോവുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ്. അതെ ഇല്ല, റൂളിംഗ് വരുന്നു. അങ്ങ് അതിനിടയ്ക്ക് സംസാരിക്കാൻ എഴുന്നേറ്റത് കൊണ്ടാണ് അങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സംസാരിച്ചോളാം. ഞാൻ റൂളിംഗിന്റെ കാര്യം മറന്നുപോയിട്ടാണ്. അങ്ങ് റൂളിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ സംസാരിക്കാം. ആയിക്കോട്ടെ. സഭയുടെ യഥാർത്ഥ കലണ്ടറോ കാര്യോപദേശക സമിതി അംഗീകരിച്ച സമയക്രമത്തിലോ ധനകാര്യ ബിൽ അവതരിപ്പിക്കുന്നതിനോ പാസാക്കുന്നതിനോ സമയം അനുവദിച്ചിരുന്നില്ല എന്നും തികച്ചും രാഷ്ട്രീയവും നിക്ഷിപ്തവുമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സഭാ നടപടികൾ പെട്ടെന്ന് പുനഃക്രമീകരിച്ചാണ് ധനകാര്യ ബിൽ ഇപ്പോൾ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും സഭാ ചട്ടങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും വിരുദ്ധമായ ഈ നടപടി നിർത്തിവെക്കണമെന്നുമാണ് ബഹുമാനപ്പെട്ട അംഗം ശ്രീ KN ബാലഗോപാൽ ക്രമപ്രശ്നത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. ഒന്നാം സമ്മേളനത്തിന്റെ കലണ്ടറിൽ ധനകാര്യ ബിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നത് വാസ്തവമാണ്. 2026 ജൂൺ 23 ചേർന്ന കാര്യോപദേശക സമിതി യോഗം 2026 ജൂലൈ 1 ധനകാര്യ 3-ാം നമ്പർ ബില്ലിന്റെ അവതരണത്തിനും ബിൽ പരിഗണനയ്ക്ക് എടുക്കണമെന്നുള്ള ഉപക്ഷേപത്തിനും അനന്തര ഘട്ടങ്ങൾക്കുമായി 2 മണിക്കൂർ വിനിയോഗിക്കണമെന്നും ഇക്കാര്യത്തിനായി നിയമസഭാ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ 76(1) താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യണമെന്നും ശുപാർശ ചെയ്തിരുന്നു. ഈ ശുപാർശ ഉൾക്കൊള്ളുന്ന സമിതിയുടെ 2ാമത്തെ റിപ്പോർട്ട് ജൂൺ 24 സഭയിൽ സമർപ്പിക്കുകയും സഭ പ്രസ്തുത റിപ്പോർട്ട് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കാര്യോപദേശക സമിതി അംഗീകരിച്ച സമയക്രമത്തിൽ ഈ ബിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്ന അംഗത്തിന്റെ ക്രമപ്രശ്നം വസ്തുതാപരമല്ല. അതിനാൽ ക്രമപ്രശ്നം തള്ളുന്നു.
ബഹുമാനപ്പെട്ട അങ്ങേക്ക് സംസാരിക്കാനുണ്ടോ? ആയിക്കോട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യത്തെ കുറിച്ചാണ്, രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊന്ന് സബ്ജക്ട് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് BACയുടെ മുന്നിൽ വരുമ്പോൾ പഴയ ബജറ്റ് അവതരണം പൂർണ്ണമായി കഴിഞ്ഞു, അത് അംഗീകരിച്ചു കഴിഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീണ്ടും ഒരു ചർച്ചയിലേക്ക് നമ്മൾ വിശദമായിട്ട് സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് പോകേണ്ടതുണ്ടോ എന്തായിരുന്നു ഉന്നയിക്കപ്പെട്ട പ്രശ്നം. അതിനോട് യോജിച്ചു. അതിന്റെ ഭാഗമായി വലിയ മാറ്റമൊന്നുമില്ലാതെയാണ് വരാൻ പോകുന്നത് എന്നും പറഞ്ഞു. അതിനോട് ഞങ്ങൾ യോജിച്ചു എന്നുള്ളത് ശരിയാണ്. അത്തരം ഒരു ഘട്ടത്തിൽ ഇതുപോലെ സുപ്രധാനമായൊരു കാര്യം ഒരു പ്രത്യേക രീതിയിലുള്ള ഒളിച്ചു കടത്തൽ മാതിരി വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കിയപ്പോഴാണ് അതിനോട് വിയോജിപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തിയത്. സർ, ഇത് നേരത്തെയുള്ള LDF സർക്കാരിന്റെ കാലത്ത് 40 വൈൻ ഇവിടെ വ്യാപിപ്പിക്കുന്നതിനുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അതിന് എങ്ങനെ സാധാരണ നികുതിയിൽ കുറവ് വരുത്തണോ എന്ന കാര്യവും ആലോചിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ കാര്യത്തിൽ അവസാന തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. ആലോചിച്ചത് ഒരു കാര്യം മാത്രമാണ്. അത് 40 വൈൻ എന്ന് പറയുന്നത് നമ്മുടെ പഴത്തിൽ നിന്നും ധാന്യത്തിൽ നിന്നും ഉണ്ടാക്കുന്ന കാര്യം മാത്രമാണ്. നമ്മുടെ കർഷകർക്കും നമ്മുടെ സഹകരണ മേഖലക്കും നമ്മുടെ ചെറുകിട വ്യാപാരികൾക്കും ചെറുകിട വ്യവസായ മേഖലക്കും ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനം കർഷകർക്ക് ഉപകാരപ്രദമായി വരുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ അട്ടിമറിച്ച് നമ്മുടെ രാജ്യത്തെ വലിയ മദ്യ കമ്പനികൾക്ക് ഇവിടെ ഇഷ്ടം പോലെ മദ്യം ഒഴുക്കാനുള്ള അവസരമൊരുക്കുന്നത്. അതിനുള്ള നികുതി കുറച്ചു കൊടുക്കുകയാണ്. സർ, 130%-ലധികം 130%-ലധികം നികുതി കുറച്ചാണ് ഇത് കൊടുക്കാൻ പോകുന്നത്. സർ, ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ കടുംപിടുത്തത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനോട് ഒരു തരത്തിലും യോജിച്ചു പോകാൻ ഞങ്ങൾക്കാവില്ല. ഈ നടപടിയോട് പൂർണ്ണ വിയോജിപ്പാണ്. ഈ നടപടിക്രമത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ ബഹിഷ്കരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് 2026 കേരള സർക്കാരിന്റെ 3-ാം നമ്പർ ബിൽ അവതരിപ്പിക്കാവുന്നതാണ്. അല്ല, ഒരു കാര്യം കേട്ടോ, അല്ല അവര് പോകട്ടെ. സാർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീ ബാലഗോപാൽ ഇവിടെ അവതരിപ്പിച്ച ലീഗൽ ഒബ്ജക്ഷനിൽ ചീഫ് മിനിസ്റ്റർ, ഈ സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഫിനാൻസ് ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് പോകാതെ വേവ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു തെറ്റായ പരാമർശം നടത്തുകയുണ്ടായി. അദ്ദേഹം ധനകാര്യമന്ത്രിയായി ഏറ്റവും അവസാനം അവതരിപ്പിച്ച ബില്ലിൽ, ധനകാര്യ ബില്ല് 2026 ഫെബ്രുവരി 24-ാം തീയതി അത് മുൻകൂട്ടി പിന്നീട് വെച്ചിരുന്ന ധനകാര്യ ബില്ല് അത് പ്രീപോൺ ചെയ്ത് ഫെബ്രുവരി 24-ാം തീയതി സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കുന്നത് വേവ് ചെയ്ത് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കാതെ ഈ ഫെബ്രുവരി 24-ാം തീയതി ഈ സഭ പാസാക്കിയ ഫിനാൻസ് ബില്ലാണ്. പാസാക്കിയ ആള്